മക്കയിലും ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മറ്റിടങ്ങളിലും ഏറ്റവും വലിയ കാരുണ്യഹസ്തമാണ് ഇവിടെ മലയാളി സംഘടനകൾ ഒരുക്കുന്ന ഹജ്ജ് സേവനങ്ങൾ. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട സംഘമാണ് സമസ്ത ഇസ്ലാമിക് സെന്ററിന് കീഴിലുള്ള വിഖായ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഹാജിമാർക്ക് ഏറെ കൗതുകം സൃഷ്ടിക്കുന്നതാണ് ഇന്ത്യൻ ഹാജിമാർക്കായി ഇവർ നടത്തുന്ന സേവനങ്ങൾ. ലക്ഷോപലക്ഷം ആളുകൾക്കിടയിൽ ഇന്ത്യൻ ഹാജിമാർക്ക് മാത്രം, അതും വിശിഷ്യ മലയാളി ഹാജിമാർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക കാരുണ്യ സേവനം കൂടിയാണ് പുണ്യഭൂമിയിലെ ഹജ്ജ് സേവക സംഘങ്ങൾ ചെയ്യുന്നത്. സൗദി അറേബ്യയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ സംഘടനകളാണ് അവർക്ക് കീഴിൽ വളണ്ടിയർമാരെ രംഗത്തിറക്കി ഹാജിമാർക്ക് തുണയാകുന്നത്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നെത്തി ഭാഷയും പ്രകൃതിയും നാടുമൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഉഴലുന്നവർക്കും ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ട് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനെത്തിയ ഇവരിൽ പ്രായമായവർക്കും നടക്കാൻ കഴിയാത്തവർക്കും ക്ഷീണിതർക്കും എന്ന് വേണ്ട ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും തുണയായി മാറുന്നത് ഇവിടെ ഇത്തരം സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വളണ്ടിയർമാരാണ്. ഹജ്ജാജികളെ സേവിക്കുക എന്നത് ഏതൊരു വളണ്ടിയർക്കും ഉത്സാഹവും അഭിമാനവും ആത്മാഭിമാനവും നൽകുന്നതുമാണ്. സമസ്ത ഇസ്ലാമിക് സെന്റർ അഥവാ SIC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൗദിയിലെ സമസ്ത പോഷക ഘടകത്തിന്റെ നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ വിഖായ മക്കയിൽ ഇന്ത്യൻ ഹാജിമാർ വന്നിറങ്ങിയത് മുതൽ സജീവമാണ്. മദീനയിൽ ഹാജിമാർ വിമാനം ഇറങ്ങിയത് മുതൽ മദീനയിലും, ജിദ്ദയിൽ വിമാനം ഇറങ്ങിയത് മുതൽ ജിദ്ദയിലും മക്കയിലും വിഖായ സജീവം തന്നെ. ഹാജിമാരുടെ സാധനങ്ങളും മറ്റും ചുമന്നും വാഹനങ്ങളിൽ കയറ്റി അവരെ മക്കയിലെ താമസ സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയും അവിടെ നിന്നും മസ്ജിദുൽ ഹറമിലേക്കും തിരിച്ചുമുള്ള യാത്രകളിൽ സഹായിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വളണ്ടിയർ സംഘങ്ങൾ ഇവരുടെ ജീവിതം തന്നെ ഇവിടെ ഹാജിമാർക്കായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹജ്ജ് സമയം അടുക്കുന്നതോടെ മക്കയിലേക്ക് മക്കക്കാർ അല്ലാത്തവർക്ക് പ്രവേശനം നിരോധിക്കുന്നതിനാൽ മക്കയിലുള്ള തങ്ങളുടെ പ്രവർത്തകരെ തന്നെയാണ് വിഖായ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തിറക്കുന്നത്. സമസ്ത ഇസ്ലാമിക് സെന്റർ SIC മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ മക്ക വിഖായ സമിതിയുടെ ഹജ്ജ് വളണ്ടിയർ സേവനങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ മക്കയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഹൈദരാബാദിൽ നിന്ന് മദീനയിലെത്തിയ ഈ വർഷത്തെ ആദ്യ ഇന്ത്യൻ ഹജ്ജ് സംഘം മദീന സന്ദർശനം പൂർത്തിയാക്കി മക്കയിൽ എത്തിയത് മുതൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ചകളിൽ മസ്ജിദുൽ ഹറമിൽ പോയി വരുന്ന ഹജ്ജാജിമാർ ബസ് മാറിക്കയറുന്ന കുദായ് പാർക്കിങ്ങിലും ഹറമിന്റെ പുറത്തും പ്രത്യേക സംഘങ്ങളായി ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഹാജിമാരുടെ താമസ സ്ഥലമായ അസീസിയയിലെ എല്ലാ ബിൽഡിങ്ങുകളിലും വിഖായുടെ പ്രവർത്തകർ സർവ്വസജ്ജരാണ്. മക്കയിലെത്തുന്ന ഹാജിമാർക്ക് മുസല്ലിയും ബാഗും നൽകി സ്വീകരിക്കുകയും ഹറമിൽ നിന്ന് ചെരുപ്പ് നഷ്ടപ്പെട്ടു വരുന്നവർക്ക് അത് നൽകുകയും വെള്ളം, ഭക്ഷണങ്ങൾ തുടങ്ങിയവ നൽകുകയും ഇവർ ചെയ്യും. വൈകുന്നേരങ്ങളിൽ ചായയും കേക്കും മറ്റു ബിസ്ക്കറ്റുകളും നൽകിയും രാത്രികാലങ്ങളിൽ കഞ്ഞി നൽകിയും ഹാജിമാർക്ക് ആശ്വാസമാവുകയാണ് ഇവിടുത്തെ വിഖായുടെ പ്രവർത്തകർ. 24 മണിക്കൂറും സജ്ജരായ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിംഗ്, നൈറ്റ് ബാച്ചുകളിലായി അനേകം വിഖായ പ്രവർത്തകർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കൂടാതെ മെഡിക്കൽ വിങ്ങിൽ മക്കയിലെ മലയാളി ഡോക്ടർമാരും നഴ്സുമാരും സേവന നിരതരാണ്. ഈ വർഷത്തെ വിഖായ സമിതിയുടെ മുഖ്യരക്ഷാധികാരി ഇസുദ്ദീൻ ആലുങ്കൽ അവാലി, ചെയർമാൻ സക്കീർ കൊഴിച്ചന, ചീഫ് കോർഡിനേറ്റർ ഫരീദ് ഐക്രപ്പടി, കൺവീനർ നിസാർ ചുള്ളിയോട്, ക്യാപ്റ്റൻ മരക്കാർ പാങ്, ഫൈനാൻസ് കൺട്രോളർ നൌഫൽ തേഞ്ഞിപ്പലം, മക്ക സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റും നാഷണൽ വിഖായ ചെയർമാനുമായ ഉസ്മാൻ ദാരിമി കരുളായി, ജനറൽ സെക്രട്ടറി സിറാജ് പേരാമ്പ്ര, ഹറമൈൻ സോൺ പ്രസിഡന്റ് സയ്യിദ് സിദ്ദീഖ് തങ്ങൾ പാണക്കാട്, സമിതി അംഗങ്ങളായ മുനീർ ഫൈസി മാമ്പുഴ, മുബഷിർ ബാവ അരീക്കോട്, യൂസുഫ് ഒളവട്ടൂർ, മുഹമ്മദ് ജാസിം, അബ്ദുൽ അസീസ് കൊളപ്പുറം, മെഹബൂബ് വാഴക്കാട്, മുഹമ്മദ് കാടാമ്പുഴ, ഫിറോസ് ഖാൻ ആലത്തൂർ, ഷമീർ കുന്നുമ്മൽ, ബഷീർ മുതുപറമ്പ്, ഷെരീഫ് കാപ്പിൽ, മുഹമ്മദ് അലി യമാനി, ഫാറൂഖ് മലയമ്മ, അയ്യൂബ് അടരിക്കോട്, സിദ്ദീഖ് വളമംഗലം, സാദിഖ് അൽ ബറാക്ക, ഡോക്ടർ ജുനൈദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മക്കയിലെ സേവനങ്ങൾ പുരോഗമിക്കുന്നത്. മദീനയിൽ റാഷിദ് ദാരിമി, അഷ്റഫ് തില്ലങ്കേരി, സുലൈമാൻ ഹാജി, ഷിഹാബ് സ്വാലിഹി, അഷ്കർ വേങ്ങര, അബ്ദുള്ള ദാരിമി, അസ്ലം പുല്ലാളൂർ, അബ്ദുൽ മജീദ് പാവുക്കോളം എന്നിവരും നേതൃത്വം നൽകുന്നു.
ഹാജിമാർ ഹജ്ജിനായി ഇറങ്ങുന്ന വേളയിൽ ഇവരോടൊപ്പം വളണ്ടിയർ സംഘങ്ങളും മിന ഉൾപ്പെടെയുള്ള പുണ്യസ്ഥലങ്ങളിൽ സഹായത്തിനായി ചേർന്ന് നിൽക്കും. മുൻകാലങ്ങളിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാജിമാരെ സേവിക്കാൻ വിഖായ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആയിരക്കണക്കിന് വളണ്ടിയർമാരെ രംഗത്തിറക്കാറുണ്ടായിരുന്നെങ്കിലും ഏതാനും വർഷങ്ങളായി ഇതിന് അധികൃതർ അനുമതി നൽകുന്നില്ല. അതിനാൽ മക്കയുടെയും സമീപ പ്രദേശങ്ങളിലെയും പ്രവർത്തകരാണ് വളണ്ടിയർ സേവനത്തിനായി മുന്നിലുണ്ടാവുക. സമസ്തയുടെ വിഖായയെ കൂടാതെ വിവിധ മലയാളി സംഘടനകളുടെ കീഴിലുള്ള പോഷക സംഘടനകളും തങ്ങളുടെ പ്രവർത്തകരെ രംഗത്തിറക്കി പ്രാതിനിധ്യം അറിയിച്ചിട്ടുണ്ട്. മക്കയിലെ ഹജ്ജ് വെൽഫെയർ ഫോറം, KMCC, ഫ്രട്ടേണിറ്റി ഫോറം, തനിമ, RSC, ICF തുടങ്ങിയ വിവിധ സംഘടനകളാണ് തങ്ങളുടെ പ്രവർത്തകരെ ഇറക്കി ഹാജിമാർക്ക് സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഓരോ ഹജ്ജ് കഴിയുമ്പോഴും ഇവിടെ സേവനം ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടാവുന്നതെന്നും എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചാലും അടുത്ത വർഷങ്ങളിലും ഹാജിമാരെ സേവിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് തങ്ങളിലുള്ളതെന്നുമാണ് ഈ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂലിയൊന്നും ലഭിക്കുകയില്ല എന്നറിഞ്ഞിട്ടും ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ട് അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേരാൻ ഇവിടെ എത്തുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനയിൽ ഒന്ന് ഉൾപ്പെട്ടിരുന്നെങ്കിൽ എന്ന ലക്ഷ്യം മാത്രമാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കാൻ തങ്ങളുടെ ജോലിയും സമയവും മാറ്റിവെച്ച് മുന്നിട്ടിറങ്ങുന്നത്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.